നിങ്ങൾ ഈ കഥ കേട്ടിട്ടുണ്ടോ? ഒരിക്കലൊരു രാജ്യമുണ്ടായിരുന്നു. അതിന് സ്വർണം കൈമാറാൻ രാജാക്കന്മാരുടെ അനുമതി ആവശ്യമായിരുന്നു. അവർക്ക് വിശ്വസിക്കാൻ വേറെ മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ അനുമതി നൽകുന്നതിനോടൊപ്പം രാജാവ് ഒത്തിരി പൈസ അവരിൽ നിന്ന് കൂടുതലായി വാങ്ങിച്ചിരുന്നു. ഈ ഇടപാടുകൾ പല സമയത്തും വൈകിയിരുന്നു. ചില സമയങ്ങളിൽ രാജാവിന് ഇഷ്ടമില്ലാത്തവർക്ക് ഈ അനുമതികൾ കൊടുത്തിരുന്നില്ല. ഈ അവസ്ഥയിൽ ജീവിച്ച ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവരുടെ പേരാണ് ലൂണ. അവൾ എപ്പോഴും ഭയവും ആശങ്കയും ഇതിനെപ്പറ്റി കാണിച്ചിരുന്നു. എന്റെ സ്വത്തൊക്കെ പോലെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റില്ലേ, അവൾ എന്നും ചിന്തിച്ചു. ഒരു ദിവസം ഒരു അജ്ഞാത യാത്രക്കാരൻ അവളെ സമീപിച്ചു. അവന്റെ കണ്ണുകളിൽ ഒരു രഹസ്യത്തിന് പ്രകാശമുണ്ടായിരുന്നു. ലൂണെ, ഒരു കാര്യം നീ ചിന്തിച്ചിട്ടുണ്ടോ? നീ ആരുടെയും അനുമതി കൂടാതെ സ്വത്തുക്കൾ കൈമാറാൻ നിനക്ക് ഇനി മുതൽ കഴിയും. ഒരു രാജാവിനോ ബാങ്കിനോ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു സമ്പത്ത്. ലൂണയുടെ കണ്ണുകൾ വിസ്മയത്തോടെ തെളിഞ്ഞു. എന്താണത്? അവൾ അവനോട് ചോദിച്ചു. ബിറ്റ് കോയിൻ. അവൻ പറഞ്ഞു, ഇത് സ്വാതന്ത്ര്യത്തിനായുള്ള പ്രണയകഥയാണ്. ഒരു രാജാവോ ഒരു ഭരണകൂടമോ നിയന്ത്രിക്കാത്ത ഒരു ഡിജിറ്റൽ നാണയം. അതിന്റെ പിന്നരയിൽ ഒരു അത്ഭുതം. അതിന്റെ പേരാണ് ബ്ലോക്ക് ചെയിൻ. ഇതിൽ ഓരോ ഇടപാടും മറച്ചു വെക്കാനാകാത്ത തക്കവിധം എഴുതി വെക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ ആരും അതിനെ മാറ്റാനോ ചതിക്കാനോ സാധിക്കില്ല. പക്ഷെ ഒരാൾ തട്ടിപ്പിന് ശ്രമിച്ചാൽ, ലൂണ ചോദിച്ചു. അതിന് സാധ്യതയില്ല. യാത്രക്കാരൻ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. കോടിക്കണക്കിന് ആളുകൾ ചേർന്ന് ബിറ്റ് കോയിൻ സംരക്ഷിക്കും. ഇത് വാഗ്ദാനങ്ങൾക്കല്ല, ഗണിതത്തിലാണ് വിശ്വാസം. ആ ദിനം മുതൽ ലൂണയ്ക്ക് മനസ്സിലായി, ബിറ്റ് കോയിൻ ഒരു നാണയമല്ല, ഒരു വിപ്ലവമാണ്. അവളെപ്പോലെ ആയിരക്കണക്കിന് ആളുകൾ രാജാക്കന്മാരുടെ അധിനിവേശത്തിൽ നിന്ന് പുറത്തു വരികയും സ്വാതന്ത്ര്യത്തിന്റെ വാതിലുകൾ തുറക്കുകയും ചെയ്തു. എന്താണ് ബിറ്റ് കോയിന്റെ കഥ? ഇത് വേറൊരു നാണയം മാത്രമല്ല, സ്വാതന്ത്ര്യത്തിനും സ്വയം ഭരണത്തിനുമുള്ള ഒരു പ്രണയ കഥയാണ്.